വെൽക്കം ബാക്ക് ടു ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. IVFൽ പ്രഗ്നൻ്റ് ആകാൻ IVF സക്സസ് ആകാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ കാണില്ല. എങ്ങനെയാണ് അത് പോസിബിൾ ആക്കുന്നത്? ഒരുപാട് ഇഞ്ചെക്ഷൻസ് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഫൈനാൻഷ്യലിയും ഒരുപാട് ടൈറ്റായി. ഈ IVF എങ്ങനെയെങ്കിലും ഒന്ന് സക്സസ് ആയാൽ മതിയായിരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും IVF ചെയ്യുന്ന ഓരോരുത്തരും. എങ്ങനെയാണ് അതൊന്നും നടക്കുന്നത്? അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ IVF ചെയ്യുന്നവർ എളുപ്പം എങ്ങനെ പ്രഗ്നൻ്റ് ആകാമെന്നും ഏറ്റവും കുറവ് സൈക്കിളിൽ പ്രഗ്നൻസി എങ്ങനെ നമുക്ക് പോസിബിൾ ആക്കി എടുക്കാമെന്നും ആദ്യത്തെ IVF സൈക്കിളിൽ പ്രഗ്നൻ്റ് ആകാനുള്ള ചാൻസ് എത്രയാണെന്നും ആ ചാൻസിനെ നിങ്ങൾക്ക് എങ്ങനെ ബെസ്റ്റ് ആക്കി എടുക്കാൻ പറ്റുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സ്പെഷ്യൽ ബോണസ് ടിപ്പും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ IVF സക്സസ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ IVF എങ്ങനെയാണ് സക്സസ്സിലേക്ക് എത്തിക്കേണ്ടതെന്നുള്ള വീഡിയോ ആണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് ഈ വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. IVF സക്സസ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ എങ്ങനെയാണ് നിങ്ങൾ മോഡിഫൈ ചെയ്ത് വെക്കേണ്ടത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. IVF പോസിറ്റീവ് ആയവർ ഒരുപാട് പേര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അതുപോലെ തന്നെ IVF പോസിറ്റീവ് ആയവരുടെ സക്സസ് റേറ്റിലേക്ക് അവർ എങ്ങനെയാണ് അവരുടെ ജേർണി കൊണ്ടെത്തിച്ചത്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരുപാട് ഡൗട്ട്സ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പറഞ്ഞു തുടങ്ങാം. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വെയിറ്റ് കറക്റ്റ് ആക്കി വെക്കണമെന്നുള്ള കാര്യം തന്നെയാണ്. IVFൽ വെയിറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഓവർ വെയ്റ്റ് ആണെങ്കിലോ അണ്ടർ വെയ്റ്റ് ആണെങ്കിലോ അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യത്തിൻ്റെയും ക്വാളിറ്റി ഡൗൺ ആകും. നിങ്ങളുടെ എഗ് ക്വാളിറ്റി കുറയും, നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ കുറയാൻ ചാൻസ് ഉണ്ട്, നിങ്ങളുടെ ഹോർമോണൽ ബാലൻസ് കറക്റ്റ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രഗ്നൻസിയുടെ ചാൻസും ഓവറോൾ കുറയും. അപ്പോൾ നിങ്ങൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുക. അതിനായിട്ട് എക്സസൈസ് ചെയ്യാം, ഡയറ്റ് ചെയ്യാം, എന്ത് തന്നെ ചെയ്താലും IVF ട്രീറ്റ്മെൻറ്റിന് മുമ്പായിട്ട് BMI നോർമലാക്കി വെക്കുക. അതുമൂലം നിങ്ങളുടെ പ്രഗ്നൻസി റേറ്റ് ഇൻക്രീസ് ആകും. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണറുടെ സ്പേം ഹെൽത്ത് നല്ലതായിരിക്കണം എന്നുള്ള കാര്യമാണ്. എല്ലാവരും നോർമലി സ്ത്രീകൾ എല്ലാം തന്നെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. പക്ഷേ മെയിൽസിലും കൂടി IVFൻ്റെ പ്രഗ്നൻസി റേറ്റ് ഡിപ്പെൻഡ് ആണെന്നുള്ള സത്യം മനസ്സിലാക്കുക. മെയിൽസിൻ്റെ ഏജിൻ്റെ കൂടെ പിന്നെ DNA ഫ്രാഗ്മെൻറ്റേഷൻ വെച്ച് എത്ര ഡിഫറൻസ് ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുടെ സ്പേം ഹെൽത്ത് നല്ലതാണെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകും. കൂടെ തന്നെ ആ പ്രഗ്നൻസി മുന്നോട്ട് കണ്ടിന്യൂ ആകാനുള്ള ചാൻസ് കൂടിയാണ് കൂടുന്നത്. എന്ന് പറഞ്ഞാൽ ലൈവ് ബർത്ത് റേറ്റ് കൂടും. അപ്പോൾ സ്പേം ഹെൽത്ത് ഓപ്റ്റിമൈസ് ചെയ്യേണ്ടത് വളരെ വളരെ കമ്പൽസറി ആണ്. നിങ്ങളുടെ പാർട്ട്ണറിനെയും ഡോക്ടറെ കാണിക്കുക. അവരുടെ സ്പേംസിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് സപ്ലിമെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ പ്രഗ്നൻസി സക്സസ് എന്തായാലും കൂടും. മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ IVF സെൻറ്റർ ചൂസ് ചെയ്യുക എന്നുള്ള കാര്യം. IVFൽ 3 ആളുകളുണ്ട്. ഒന്നാണ് റീപ്രൊഡക്റ്റീവ് എൻഡോക്രൈനോളജിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ് നിങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യും, നിങ്ങളുടെ എഗ് വെളിയിലെടുക്കും. രണ്ടാമത്തെയാണ് എംബ്രിയോളജി ലാബും എംബ്രിയോളജിസ്റ്റും. അതിൽ നിങ്ങളുടെ എംബ്രിയോസ് ഫോം ആക്കിയെടുക്കും. കൂട്ടത്തിൽ ആൻഡ്രോളജിസ്റ്റും ഉണ്ട്. ആൻഡ്രോളജിസ്റ്റ് മെയിൽ ഫാക്ടേഴ്സ് എല്ലാം കറക്റ്റായിട്ട് ഓപ്റ്റിമൈസ് ചെയ്യും. മെയിൽസ് ആണ് IVFൻ്റെ സക്സസ്സിൽ 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കൂടുതലും IVF സെൻറ്റേഴ്സിൽ ആൻഡ്രോളജിസ്റ്റ് കാണില്ല. അപ്പോൾ മെയിൽ ഹെൽത്ത് നോക്കേണ്ടതും അത്യാവശ്യമാണ്. IVF സെൻറ്റർ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. കാരണം നിങ്ങളുടെ സക്സസ്സിനായിട്ട് IVF സെൻറ്റർ നല്ലതാകണം എന്നുള്ള കാര്യം വളരെ വളരെ അത്യാവശ്യമാണ്. നാലാമത്തെ പോയിന്റാണ് സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക എന്നുള്ള കാര്യം. മെയിൽസിലാണെങ്കിലും ഫീമെയിൽസിലാണെങ്കിലും സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക.
ഒപ്പം തന്നെ സ്മോക്ക് ചെയ്യുന്നവർ നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ പോലും അതുപോലും നിങ്ങളുടെ IVF സക്സസിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നാണ് സ്റ്റഡീസിൽ തെളിയിച്ചിരിക്കുന്നത്. സ്മോക്കിങ്ങിന്റെ സ്മോക്ക് സ്പേം ക്വാളിറ്റിയെ കുറയ്ക്കും, എഗ്ഗിന്റെ ക്വാളിറ്റിയെ കുറയ്ക്കും. സ്പേമിന്റെയും എഗ്ഗിന്റെയും ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ സ്മോക്കിംഗ് കൊണ്ട് കുറയും എന്നാണ് സ്റ്റഡീസിൽ തെളിഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, IVF സക്സസിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സ്ട്രെസ്. സ്ട്രെസ് നിങ്ങളുടെ കോർട്ടിസോൾ ഹൈ ആക്കും. നിങ്ങളുടെ കോർട്ടിസോൾ ഹൈ ആകുമ്പോൾ നിങ്ങളുടെ ഹോർമോൺ ഇംബാലൻസ് ആകും. അപ്പോൾ എഗ് ഫോർമേഷനും അതിൻ്റെ എഫക്റ്റ് നെഗറ്റീവായിട്ട് ബാധിക്കും. പിന്നെ നിങ്ങളുടെ സ്ട്രെസ് കൂടുമ്പോൾ നിങ്ങളുടെ ഉറക്കം സ്വാഭാവികമായിട്ട് കുറയും. മെയിൽസിലാണെങ്കിൽ ഉറക്കം കുറയുമ്പോൾ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റെറോൺ കുറയും. അപ്പോൾ നിങ്ങളുടെ സ്പേം ക്വാളിറ്റി കുറയും. അപ്പോൾ ഈ ഒരു സമയത്ത് മാക്സിമം നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്തായാലും സ്ട്രെസ് ഉണ്ടായിരിക്കും, പക്ഷേ അത് നിങ്ങൾ എന്തായാലും മാനേജ് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടും, നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രഗ്നൻ്റ് ആകാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ IVF സക്സസ് ആകാനുള്ള ഒരു ചാൻസും ബെറ്റർ ആകും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സപ്ലിമെൻറ്റ്സ്. എഗ് ക്വാളിറ്റി കൂട്ടാനുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഡോക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും എടുക്കുക. IVF ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് ഒരുപാട് നല്ലതായിരിക്കും. സ്റ്റഡീസ് പറയുന്നത് ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ IVF സക്സസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ്. നെക്സ്റ്റ് ആണ് വൈറ്റമിൻ ഡി. നിങ്ങളുടെ വൈറ്റമിൻ ഡി പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. ഇതുവരെ ഇത് അത്ര കമ്പൽസറി അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ സ്റ്റഡീസിൽ പറയുന്നത് വൈറ്റമിൻ ഡി പ്രോപ്പർ ആയിരിക്കണം എന്ന് തന്നെയാണ്. വൈറ്റമിൻ ഡി പ്രോപ്പർ ആണെങ്കിൽ പ്രഗ്നൻസി ബെറ്റർ ആകുമെന്നാണ് റിസർച്ചിൽ തെളിഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഫോക്കസും പെർസിസ്റ്റൻസും. ഇതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോഴുള്ള സ്ഥലത്തു നിന്നും മറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ട്രെയിനിൽ പോകണമെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ ട്രെയിനിൽ കയറി ഇരുന്നാൽ മാത്രമാണ് പോകാൻ പറ്റുന്നത്. ആ ട്രെയിൻ പോകുന്ന ഒരു കറക്റ്റ് റൂട്ട് കാണും. ഓരോ സ്ഥലത്ത് എത്തുന്നതിനും ഒരു കറക്റ്റ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ, നിങ്ങളുടെ ഗോൾ കുഞ്ഞ് വേണം എന്നുള്ളതാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കും. അപ്പോൾ ഫോക്കസ് ആൻഡ് പെർസിസ്റ്റൻസ് എന്തായാലും IVF സക്സസിന് വേണം. ഇനിയും ഒരു ബോണസ് ടിപ്പ് കൂടി പറയാം. നിങ്ങളുടെ ഏജ് എത്രയും കുറവാണോ അത്രയും എളുപ്പം നിങ്ങൾ IVF ചെയ്യിക്കുവാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ സക്സസ് റേറ്റിനുള്ള ചാൻസ്. പിന്നെ ഒരു കാര്യമുണ്ട്, എത്ര സക്സസ് റേറ്റ് ആണെന്നുള്ളതിലല്ല കാര്യം, ആ സക്സസ് റേറ്റിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ കാര്യം. നിങ്ങൾ IVF ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ IVF സക്സസിനായിട്ട്, നിങ്ങളുടെ പ്രഗ്നൻസി ചാൻസ് കൂട്ടാനായിട്ട് ഞാൻ ഇനിയും പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ എന്തായാലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മോഡിഫൈ ചെയ്തിരിക്കണം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായിട്ട് പ്രോപ്പർ വെൽ ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം, നോൺ വെജ് കഴിക്കാം, എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് പ്രോപ്പർ വെൽ ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾ എടുക്കുക. മൂന്നാമതായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക. നാലാമതായിട്ട് നന്നായിട്ട് 8 മണിക്കൂറെങ്കിലും നിങ്ങൾ റെഗുലറായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അഞ്ചാമതായിട്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ സ്ട്രെസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും IVF പോസിറ്റീവ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ FB പേജിലോ മെയിലിലോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ ലഭിച്ചിരിക്കും. അതുപോലെ തന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും മാക്സിമം ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മൈ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.